മക്കളെ CUET-യുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് CUET 2025 അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UG കോഴ്സുകൾക്കുള്ള. അപ്പോൾ ഡിഗ്രി കോഴ്സുകൾക്കുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതിന് താഴെ വരാൻ പോകുന്ന കമന്റുകളിൽ മജോറിറ്റിയും എന്തായിരിക്കും എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ആദ്യം പറയും. അതായത് ഇത് ആർക്കൊക്കെ എഴുതാം. ഇപ്പൊ ആദ്യം ചോദിക്കാൻ പോകുന്നത് അങ്ങനെയാണ്, ഇതെനിക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്നു. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഡൗട്ടുകളുടെയും എക്സ്പ്ലനേഷൻ വളരെ പെട്ടെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിന് വെളിയിൽ ഞാൻ ഈ പറയാത്തത് കൂടാതെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ആയാൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ബട്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചോദിക്കേണ്ട എല്ലാ ഡൗട്ടുകളും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംശയങ്ങളുടെയും മറുപടി ഇതിലുണ്ടാവും. റൈറ്റ്, ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരുന്നു. ഇത് ആർക്കൊക്കെ എഴുതാമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഡിഗ്രി കോഴ്സിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി എന്തുമാവാം കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു BSc കോഴ്സുകൾ, BSc ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള ഏതെങ്കിലും BSc കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BA കോഴ്സ് ആയിക്കോട്ടെ, ചില സ്ഥലങ്ങളിൽ BPharm കോഴ്സ് ആയിക്കോട്ടെ, ചില സ്ഥലങ്ങളിൽ BSc നഴ്സിംഗ് ആയിക്കോട്ടെ. അപ്പൊ അതൊക്കെ ചില ഡീംഡ് യൂണിവേഴ്സിറ്റി, അതായത് സെൽഫ് ഫിനാൻസിങ് യൂണിവേഴ്സിറ്റീസിലുള്ള BPharm കോഴ്സുകൾ, BSc നഴ്സിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇത് എഴുതേണ്ടത്. ഇനി അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇതൊന്നും CUET-യിൽ വരില്ല. ഏകദേശം ഒരു 46-ൽ പരം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ, അതേപോലെ അതർ യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലാത്തതുമുണ്ട്. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അതേപോലെ മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, അതേപോലെ ഐക്കർ പോലെയുള്ള BSc അഗ്രികൾച്ചറുള്ള ഐക്കർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിന് കീഴിൽ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിന്റെ മാർക്ക് പരിഗണിച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് ഏതൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ ഒരു തീരുമാനം എത്തണം. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്, ഏത് കോഴ്സാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സാണ്. അപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോഴ്സും CUET വഴിയല്ല. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അപ്പൊ അവിടെയും നിങ്ങൾക്കൊരു കോഴ്സ് വേണം, അത് CUET വഴിയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, CUET-യുടെ സൈറ്റിൽ ചെന്ന്, സൈറ്റിന്റെ ലിങ്ക് ഞാൻ സൈറ്റിന്റെ ഡീറ്റെയിൽ പിന്നീട് പറയാം. നിങ്ങൾ ആ സൈറ്റിൽ CUET-യുടെ സൈറ്റിൽ കയറി കോഴ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് കാണാം. ആ യൂണിവേഴ്സിറ്റിയിൽ ഓരോന്നും ക്ലിക്ക് ചെയ്താൽ അവിടെ ഏതൊക്കെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പൊ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെയുണ്ട്. അപ്പൊ ഇതിൽ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്നും അതിന് എന്തൊക്കെ നിങ്ങൾ ക്വാളിഫൈ ആവണം എന്നുള്ളത് പറയുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ BA വേണ്ട ആള് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക, BSc വേണ്ട ആള് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പൊ CUET-യിൽ നിങ്ങൾ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ആഗ്രഹിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കോഴ്സും കോളേജും ഏതാണെന്ന് നിങ്ങൾ ആ ലിങ്കിൽ കയറി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, എന്നിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ എലിജിബിലിറ്റി നോക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ BSc ഫിസിക്സ്, അപ്പൊ BSc ഫിസിക്സിന് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിരിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ CUET-യുടെ എക്സാമിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയിരിക്കണം. ഇനി ഐക്കറിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് BSc അഗ്രികൾച്ചറിന് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതാനാണെങ്കിൽ ബയോളജി എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ് എഴുതണം, കെമിസ്ട്രി എഴുതണം, മാത്സ് എഴുതണം. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യത്തെ കോഴ്സ് നിങ്ങൾക്ക് BSc ഫിസിക്സ് ഒരു പ്ലാൻ ഉണ്ട്, അപ്പൊ ഇത് 3 എഴുതണം. അപ്പൊ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ കിട്ടിയാലും മതി. പക്ഷെ അഗ്രികൾച്ചറിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കൂടാതെ ബയോളജി, മാത്സ് വേണ്ട ബയോളജി വേണം. പക്ഷേ അപ്പൊ നിങ്ങൾ ഇത് മുഴുവൻ എഴുതണം. കാരണം മാത്സ് എഴുതിയാലേ PCM ആയിട്ട് നിങ്ങൾ BHUവില് ബനാറസ് ഹിന്ദുവില് ഫിസിക്സിന് ചേരാൻ പറ്റൂ. അഗ്രികൾച്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് വേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ 4 എഴുതിയാലാണ് നിങ്ങൾക്ക് ആ കോഴ്സിൽ പോകാൻ പറ്റുക. അതായത് ലോജിക്ക് ഇതേ ഉള്ളൂ, നിങ്ങൾ എഴുതുന്ന എക്സാമുകൾക്ക് ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആ മാർക്ക് ലിസ്റ്റ് കൊണ്ട് നിങ്ങൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ കോഴ്സിന് ആ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ട എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ ഒരു MA മലയാളം അല്ലെങ്കിൽ BA മലയാളം എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ മലയാളം ചിലപ്പോൾ എഴുതേണ്ടതില്ല. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സിന് ഒപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ എലിജിബിലിറ്റി മലയാളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, അത് എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ യൂണിവേഴ്സിറ്റി ആൻഡ് കോഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക വെച്ചാൽ പ്ലാൻ ചെയ്യുക, ഇതിൽ വേറൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സുകൾക്ക് ഏതൊക്കെയാണോ അവർ എലിജിബിലിറ്റി ആവശ്യപ്പെടുന്നത് അതൊക്കെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് ഉറപ്പുവരുത്തുക.
മാത്രമല്ല ഇത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ടാവണം. ഉദാഹരണത്തിന് ഒരു കുട്ടി ഹയർ സെക്കൻഡറിയിൽ സയൻസ് പഠിച്ചു, കുട്ടിക്ക് പോയി കൊമേഴ്സിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട് ആയിരിക്കണം, പ്ലസ് അത് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്ന കോഴ്സുമായിരിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ആ എക്സാം വേണം. അപ്പോൾ ഏറ്റവും സേഫ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച എല്ലാ സബ്ജക്റ്റും എഴുതുക എന്നുള്ളതാണ് ഒരു സേഫ് സോൺ. നിങ്ങൾക്ക് ഏത് കോഴ്സ് കിട്ടിയാലും പോവുമെങ്കിൽ. ഇനി ചില കോഴ്സുകൾ ഇപ്പം നിങ്ങൾ ബയോളജി റിലേറ്റഡ് ഒരു കോഴ്സും പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ബയോളജി എഴുതിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. അത് യൂണിവേഴ്സിറ്റി നോക്കി നിങ്ങൾ പ്ലാൻ ചെയ്യുക, റൈറ്റ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്, റൈറ്റ്. ഇനി ഈ CUET-യുടെ പ്രത്യേകത ഇതിന് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ CUET-യുടെ എക്സാം എഴുതുന്നു, നിങ്ങൾക്കൊരു സ്കോർ കാർഡാണ് കിട്ടുക, റാങ്ക് ലെറ്റർ അല്ല. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും സ്കോർ കാർഡ് കിട്ടും. നിങ്ങളവിടെ ഇംഗ്ലീഷ് എഴുതിയിരുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എഴുതിയിരുന്നു, ജനറൽ നോളജും എഴുതിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാർക്കുണ്ട്, ആ മാർക്ക് ലിസ്റ്റ് കിട്ടും. ഇനി പിന്നീട് നിങ്ങളോട് ഐക്കർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഐക്കറിന്റെ സൈറ്റിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ ഇംഗ്ലീഷിന് മാർക്ക് കൊടുക്കുക. അവിടെ ഫിസിക്സിന് മാർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു, അത് കൊടുക്കുക. കെമിസ്ട്രിയുടെ മാർക്ക് ആവശ്യപ്പെട്ടു, അത് കൊടുക്കുക. മാത്സിന്റെ മാർക്ക് അത് കൊടുക്കുക. ബയോളജിയുടെ മാർക്ക് അത് കൊടുക്കുക. അവർ ജനറൽ നോളജ് ചോദിച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾ അത് കൊടുക്കണ്ട. ജനറൽ നോളജ് ചോദിക്കുന്ന വേറെ എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ നിങ്ങൾ ജനറൽ നോളജ് കൊടുക്കേണ്ടി വരും. അപ്പൊ അവരാവശ്യപ്പെടുന്ന മാർക്ക് അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന സബ്ജക്റ്റുകളുടെ മാർക്ക് നമ്മളവിടെ കൊടുത്താൽ, അതായത് ബയോളജി വേണ്ട ഒരു കോഴ്സിന് CUET-യിൽ നിങ്ങൾ ബയോളജി എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടേ എക്സാം ഏത് വേണം എന്ന് തീരുമാനിക്കാവൂ. അപ്പൊ നിങ്ങൾക്ക് സ്കോർ കാർഡേ കിട്ടൂ എക്സാമിന് ശേഷം. ആ സ്കോർ കാർഡ് കൊണ്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. പ്രത്യേകിച്ച് നോക്കുക, ലേറ്റർ അപ്ലൈ ഇൻ യൂണിവേഴ്സിറ്റി. ഇപ്പൊ നിങ്ങൾ CUET എക്സാം എഴുതുന്നതേ ഉള്ളൂ. എക്സാം എഴുതിയതിന്റെ സ്കോർ കാർഡ് വരുന്ന മുറയ്ക്ക് എന്ത് സംഭവിക്കും? ഓരോ യൂണിവേഴ്സിറ്റികളും കോൾ ഫോർ ചെയ്ത് തുടങ്ങും. BHUവിന്റെ അപ്ലിക്കേഷൻ വരും, AMUവിന്റെ അപ്ലിക്കേഷൻ വരും, അതേപോലെ ഐക്കറിന്റെ അപ്ലിക്കേഷൻ വരും. അപ്പൊ അതത് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ 46 യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 46 യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BSc ഫിസിക്സ് യൂസ് ചെയ്തു. അവിടെ നിങ്ങളോട് ചോദിച്ചത് ഇംഗ്ലീഷിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെയും മാത്രം മാർക്ക്, അത് അവിടെ കൊടുക്കുക. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BSc ഫിസിക്സ് കൊടുത്തപ്പോൾ അവിടെ ഇംഗ്ലീഷ് ചോദിച്ചില്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ചോദിച്ചുള്ളൂ, ഇത് മാത്രം കൊടുത്താൽ മതി. മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫിസിക്സ് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ BSc ഫിസിക്സിന് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ നിങ്ങളോട് ഫിസിക്സിന്റെ മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ കേസില്ല, എന്നാലും അവിടെ നിങ്ങൾ ഫിസിക്സ് മാത്രം കൊടുത്താൽ മതി. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ CUET ആരെഴുതണം എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. എങ്ങനെയാണ് CUET-യുടെ ഒരു രീതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. ഇനി രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഞാൻ ഇതിന്റെ പിന്നാലെ പറയാം. ഇനി ഇതിന്റെ ഷെഡ്യൂൾ നോക്കാം മക്കളെ. ഷെഡ്യൂള് അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് മാർച്ച് 1 തുടങ്ങി മാർച്ച് 22 വരെയാണ്. CUET-ക്ക് നിങ്ങൾക്ക് മാർച്ച് 1 തുടങ്ങി മാർച്ച് 22-ാം തീയതി രാത്രി 11:50 വരെ രജിസ്റ്റർ ചെയ്യാം, രജിസ്ട്രേഷൻ. എന്നാൽ ഫീ പേയ്മെന്റിനുള്ള സമയം ഒരു ദിവസം കൂടി അങ്ങോട്ട് നീളും. മാർച്ച് 23 രാത്രി 11:50 വരെയാണ്. രജിസ്ട്രേഷൻ ഒരിക്കലും അവസാന സമയം വരെ കൊണ്ടുപോകാണ്ടിരിക്കുക. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ ചാടി ചെയ്യുകയും വേണ്ട. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക, ലാസ്റ്റിൽ ഒരു 3 ദിവസത്തിന് ഫ്രണ്ടിലേക്കും ചെയ്യുക, റൈറ്റ്. ഇനി കറക്ഷൻ ഫെസിലിറ്റി 24-ാം തീയതി തുടങ്ങി 26 മാർച്ച് 24 തുടങ്ങി മാർച്ച് 26 വരെയാണ്. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും, ഇങ്ങോട്ട് മാറൂല, അങ്ങോട്ട് മാറുള്ളൂ. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ വീണ്ടും കമ്മ്യൂണിറ്റിയിൽ ഓർമ്മിപ്പിക്കാം. എക്സാം നോക്കുക, മെയ് 8 തുടങ്ങി ജൂൺ 1 വരെ നീണ്ടു നിൽക്കുന്ന എക്സാമുകളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു എക്സാം ഉണ്ടാവും, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എക്സാം. അത് പലതും പല ഷിഫ്റ്റ് ആണ്, പല ഷെഡ്യൂളാണ്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റിനനുസരിച്ച് മാറും. അതെല്ലാം ഒരു സെൻട്രൽ ആവണമെന്നില്ല. ഒന്ന് ചിലപ്പോൾ നിങ്ങൾ സെന്റർ വെക്കുന്നത് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ഒരു ദിവസം ഒരു എക്സാം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം തൃശ്ശൂരായിരിക്കും. അത് ഡിപ്പെൻഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സെന്ററുകളിൽ തന്നെ തരാൻ ശ്രദ്ധിക്കും, റൈറ്റ്. ഇനി അതിന്റെ ഫീ നോക്കുക, രജിസ്ട്രേഷൻ ഫീ. ഇത് റീഫണ്ടബിൾ അല്ല കേട്ടോ, ഇത് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ഈ കീമിന്റെ ഒക്കെ റീഫണ്ട് ഈ വർഷം വന്നപ്പോൾ ചോദിച്ചിരുന്നു രജിസ്റ്റർ ചെയ്യുന്ന ഫണ്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് നോൺ റീഫണ്ടബിൾ ആണ്. വൺസ് നിങ്ങൾ പേ ചെയ്താൽ കഴിഞ്ഞത് തന്നെ. ഓക്കെ, ഇനി ഈ ഫീ പേയ്മെന്റ് നോക്കുക. ജനറൽ കാറ്റഗറിക്ക് 3 സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് ഒറ്റ ഫീസാണ്, 1000 രൂപയാണ്. എന്നാൽ അത് കഴിഞ്ഞ് നിങ്ങൾ 4ാമതൊന്നെടുത്താൽ 400 രൂപ അടയ്ക്കണം. ഒരു സബ്ജക്ട് കൂടെ 5ാമതൊന്നെടുത്താൽ ഇനി ഒരു 400 രൂപ അടയ്ക്കണം. ഫോർ ഈച്ച് സബ്ജക്ട് ഓരോന്നിനും അഡീഷണലി 400 വീതം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് എക്സാം എഴുതിയാൽ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കേണ്ടി വരും, റൈറ്റ്. ഇനി NCL അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ 900 രൂപയാണ് 3 സബ്ജക്റ്റിന്. അടുത്ത ഓരോ സബ്ജക്റ്റിനും 375 വീതം ഓരോന്നിനും അടയ്ക്കണം. SC കാറ്റഗറി, ST കാറ്റഗറി, തേർഡ് ജെൻഡർ, ഫിസിക്കൽ ഡിസബിലിറ്റിക്കൊക്കെ 3 സബ്ജക്റ്റ് വരെ 800 രൂപയും അത് കഴിഞ്ഞിട്ടുള്ള ഓരോന്നിനും 350 വീതവുമാണ്. ഇനി നിങ്ങൾ സെന്റർ ചൂസ് ചെയ്യുന്നത് ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ 4500 രൂപയാണ് നിങ്ങൾക്ക് 3 സബ്ജക്റ്റിനാവുക.
എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ ഓരോ സബ്ജക്റ്റ് കൂടുതൽ എടുത്താൽ 1800 വീതം കൂടുതലായി അടയ്ക്കേണ്ടി വരും. ഇത് നിങ്ങൾ രജിസ്ട്രേഷന്റെ ഷെഡ്യൂളും അതിനുവേണ്ടി നിങ്ങൾ പേ ചെയ്യേണ്ട രജിസ്ട്രേഷൻ ഫീയുമാണ്. ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് കൂടി പറയാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഹൗ ടു അപ്ലൈ. അപ്പോൾ അതിൽ സൈറ്റ് നോക്കുക, CUET.NTA.NIC.in എന്നുള്ളതാണ് അഡ്രസ്. ഈ ഐഡിയിൽ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത്. അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ലിങ്കിൽ കയറിയിട്ടാണ് നമ്മുടെ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലാദ്യം സാധാരണ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ NCET ചെയ്തിട്ടുണ്ടാവാം, നീറ്റ് ചെയ്തിട്ടുണ്ടാവാം, കീം ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്കിത് ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല, വളരെ സിമ്പിളാണ്. രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും, നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാം, നിങ്ങളുടെ പേര്, ജെൻഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് 10ന്റെയും +2ന്റെയും ഒക്കെ ഡീറ്റെയിൽ കൊടുക്കും. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാം സെലക്ഷൻ, ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽ, ഇതൊക്കെ ഒറ്റ സെഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെ എക്സാം ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ടെസ്റ്റ് പേപ്പർ ചൂസ് ചെയ്യണം. പിന്നെ എക്സാം സിറ്റീസ്, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 സെന്ററാണ് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സെന്ററുകൾ ഏതൊക്കെയാണ് കേരളത്തിൽ എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പിന്നെയുള്ളത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനാണ്. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം. ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇതും ഞാൻ ഡീറ്റെയിൽ പിന്നീട് പറയാം. ഇതിൽ ഇപ്പൊ NCL കാറ്റഗറിയോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ SC/ST കാറ്റഗറിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പകരം സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ നീറ്റിന് വേണ്ടിയും JEEക്ക് വേണ്ടിയും ഒക്കെ എടുത്തതുള്ളത് കൊണ്ട് ആ നമ്പർ തന്നെ ഇവിടെ കൊടുത്താൽ മതിയാവും. ഒരു വാലിഡ് സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അവിടെ കൊടുത്താൽ മതിയാവും. അതായത് പുതിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയോ വേണ്ട. അതേപോലെ ഇവിടെയും ചോദ്യങ്ങളുണ്ട്. അബാർ ID പോലുള്ളത്, അത് നിങ്ങൾക്ക് നോ കൊടുത്ത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആധാർ വേണം. അതേപോലെ നിങ്ങൾക്കൊരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം. അതേപോലെ നിങ്ങൾക്കൊരു ഇമെയിൽ IDയും ഉണ്ടാവണം. ഒക്കെ നീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ അതിൽ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ ഡീറ്റെയിലും പേജ് ബൈ പേജ് നീറ്റിന് ചെയ്തതുപോലെ അങ്ങനെ എല്ലാ പേജും ഫില്ല് ചെയ്ത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഫീ പേയ്മെന്റ് ആണ്. ഈ ഫീ പേയ്മെന്റ് നമ്മൾ മുമ്പ് പറഞ്ഞ ഫീ പേയ്മെന്റ് ആണ്. നിങ്ങൾ എക്സാമിൽ ഇവിടെ എത്ര പേപ്പർ ചൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫീ മാറും. ആ ഫീ പേ ചെയ്യുക. ഫീ പേ ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞാൽ കൺഫർമേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ പേജ് കിട്ടും. ഈ കൺഫർമേഷൻ പേജിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. അത് ഏത് അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കൺഫർമേഷൻ പേജ് എടുത്ത് വെക്കണം. കാരണം നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിന്റെ ആകെയുള്ള എവിഡൻസ് അതാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഇത്രയുമാണ് സ്റ്റെപ്സ്. അതായത് നീറ്റും JEEക്കും ഒക്കെ ഉള്ള അതേ സ്റ്റെപ്പ് തന്നെയാണ്. രജിസ്ട്രേഷൻ, അപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ പേജുകളും ഫില്ല് ചെയ്ത് വരിക, ഫീ പേയ്മെന്റ് ചെയ്യുക, കൺഫർമേഷൻ പേ ചെയ്യുക. ഇതിൽ അഡീഷണലി എക്സാം സിറ്റീസിന്റെ ഡീറ്റെയിലും ഡോക്യുമെന്റ് ഡീറ്റെയിലും ഒക്കെ ഞാൻ ഇതിന് പിന്നാലെ പറയാം. ഇനി അതിൽ ഡോക്യുമെന്റ്സ് നോക്കുക. ഡോക്യുമെന്റ്സിൽ ഒന്നാമത്തേതാണ് ഫോട്ടോഗ്രാഫ്. അതായത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സ്കാൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്യണം. ഇത് നിങ്ങൾ നീറ്റിന് ഉപയോഗിച്ച് തന്നെ എടുക്കാം. ഡേറ്റ് വേണമെന്നോ പേര് വേണമെന്നൊന്നും നിർബന്ധമില്ല. നീറ്റിന് നിങ്ങൾ എന്ത് ഉപയോഗിച്ചോ, പേരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഡേറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ ഉപയോഗിക്കാം. അതേപോലെ സിഗ്നേച്ചർ, അതും നിങ്ങൾ നീറ്റിന് കൊടുത്തത് തന്നെ ഉപയോഗിക്കാം. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ NCL, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതിന്റെ നമ്പർ മാത്രം കോട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ സൈസ് നോക്കുക. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 200 KB വരെ, സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB വരെ, ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് 300 KB വരെ. ഇതൊക്കെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിതിന് ഫയൽ നെയിം ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തത് അങ്ങനെയാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ പേര് അക്ഷയ് എന്നാണെങ്കിൽ അക്ഷയ് സ്പേസ് ഫോട്ടോ, സിഗ്നേച്ചർ ആണെങ്കിൽ അക്ഷയ് സ്പേസ് സിഗ്നേച്ചർ എന്ന് ഫയൽ നെയിം ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കുക. നിങ്ങളൊരു കഫേയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവർ ചെയ്തു തരും. ഓക്കെ, റെഡി. ഇനി എക്സാം സബ്ജക്റ്റുകൾ നോക്കുക. ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ 13ഓളം ലാംഗ്വേജുകളുണ്ട്. പിന്നെ നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏകദേശം 23ഓളം ഡൊമൈൻ ഉണ്ട്. പിന്നെ ഒരു ജനറൽ ടെസ്റ്റും ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത്രയും സബ്ജക്റ്റുകളാണുള്ളത്. ഇതിലൊരു കുട്ടിക്ക് മാക്സിമം 5 എണ്ണം വരെയൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, 5 എണ്ണം വരെയൊക്കെ സെലക്ട് ചെയ്യാം. അതിൽ അവർ പറയുന്നുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ +2 എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആസ് പെർ ദ യൂണിവേഴ്സിറ്റി നോംസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ +2 പഠിക്കാത്തൊരു സബ്ജക്ട് നിങ്ങൾ എക്സാം എഴുതുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല. നിങ്ങൾ +2 പഠിക്കാത്തൊരു സാധനം എഴുതുന്നു, പക്ഷെ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവരുടെ ക്ലോസ് എന്താണ്? അവിടെ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി ഹയർ സെക്കൻഡറിയിൽ BSc ഫിസിക്സിന് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു കുട്ടി ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റിൽ പഠിച്ചൊരു കുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് പ്രാക്ടിക്കലി നടക്കില്ല. അതുകൊണ്ട്
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ യൂണിവേഴ്സിറ്റിയുടെ നോം നോക്കുക. അവിടെ ഒരു കോഴ്സിന് എന്താണ് എലിജിബിലിറ്റി, ഹയർ സെക്കൻഡറിയിൽ എന്ത് പഠിച്ചിരിക്കണം, CUET-യിൽ എന്ത് എഴുതിയിരിക്കണം. അപ്പോൾ ഓരോ കോഴ്സുകൾക്കും അങ്ങനെയുണ്ട്. ഇപ്പോൾ BSc ഫിസിക്സിന് അല്ലെങ്കിൽ BA ഇംഗ്ലീഷിന്, അപ്പോൾ BA ഇംഗ്ലീഷിന് ആ യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം, CUET-യിൽ ഇന്ന എക്സാം എഴുതിയിരിക്കണം. അപ്പൊ ഇത് രണ്ടും ഒത്തു വന്നാലേ നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ചെക്ക് ചെയ്യുക. റൈറ്റ്. ഇനി സെന്റേഴ്സ് നോക്കുക. കേരളത്തിൽ ഏകദേശം 17 സെന്ററുകളാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിൽ സെന്റർ ഉണ്ട്, കണ്ണൂർ സെന്റർ ഉണ്ട്, കാസർഗോഡ് സെന്റർ ഉണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, പയ്യന്നൂർ, ആലപ്പുഴ, ചെങ്ങന്നൂർ, എറണാകുളം, മൂവാറ്റുപുഴ. ഏകദേശം 17ഓളം സെന്റർ CUET-ക്ക് കേരളത്തിൽ തന്നെയുണ്ട്. ഇനി അടുത്തത് എക്സാമിന്റെ ഡീറ്റെയിലേക്ക് വരുന്നു. എക്സാം CBT ആണ്, പെൻ ആൻഡ് പേപ്പർ അല്ല. നീറ്റ് മാത്രമേ ഉള്ളൂ പെൻ ആൻഡ് പേപ്പർ, ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. CBT ആണ്. MCQ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ്. ഒരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 50 ക്വസ്റ്റൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എത്ര സബ്ജക്ട് ചൂസ് ചെയ്യുന്നു, ഓരോ സബ്ജക്റ്റിൽ നിന്നും 50 ക്വസ്റ്റൻ ആണ്. ഇനി ഫോർ ഈച്ച് സബ്ജക്ട്, ഓരോ സബ്ജക്റ്റാണ് 50 ക്വസ്റ്റൻ, എല്ലാത്തിനും കൂടിയല്ല. ഇനി നോ ചോയ്സസ്. ഈ ചോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 50 ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 50ഉം ചെയ്യണം. 60 ക്വസ്റ്റൻ എന്നിട്ട് 50 അല്ല. 50 ക്വസ്റ്റൻ നിങ്ങൾക്കുണ്ടാവും, 50ഉം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതായത് അതിൽ ഏതെങ്കിലും 50 എന്നല്ല അർത്ഥം, 50ഉം കമ്പൽസറി ആണ്. നിങ്ങൾ 40 ചെയ്തുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് 40ന്റെയും മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളതിൽ 50ഉം ചെയ്താൽ 50ന്റെയും വാല്യുവേഷൻ നടക്കും. അപ്പോൾ അതിന് വേറെ ഓപ്ഷൻസ് ഇല്ല എന്നാണ് അർത്ഥം. ആ 50ൽ നിന്ന് വേണം നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ എന്നർത്ഥം. റൈറ്റ്. ഇനി സിലബസ് +2 സിലബസാണ്. ഇപ്പോൾ ഈ സിലബസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സിലബസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. +1 +2 അല്ല, +2 മാത്രമാണ്. +1-ലെ സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ സിലബസിൽ വന്നിട്ടില്ല. അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്തേക്കുക. ബേസിക്കലി അവർ +2-ന്റേത് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിൽ ഡിലീറ്റ് ചെയ്ത ചാപ്റ്ററുകൾ അപ്ഡേറ്റഡ് സിലബസാണ്. ഇപ്പൊ ഡിലീറ്റ് ചെയ്ത ചാപ്റ്ററുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ച് അതിൽ സിലബസിന്റെ ഓരോ പോയിന്റുകളും നോക്കിയേക്കാം. ചില കണ്ടന്റുകളിൽ നമുക്ക് എന്ത് കാണാം, ഡിലീറ്റ് ചെയ്ത ചാപ്റ്റർ, ഒരു ചാപ്റ്ററിലെ ചെറിയ പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലതൊക്കെ കാണുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സിലബസ് ഒന്ന് നോക്കിയേക്കാം. ബട്ട് എന്നാലും +2-ൽ ഇപ്പൊ NCERT പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അവരുടെ +2-ന്റെ കണ്ടന്റ് മാത്രം മതിയാവും ഇത് എഴുതാൻ. അതുകൊണ്ട് ഒരുപാട് അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് സിമ്പിളായി എഴുതാം. അതുപോലെ JEE പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും സിമ്പിളായി എഴുതാം. അതെ. ഇനി മാർക്കിംഗ് സ്കീം നോക്കാം. നിങ്ങൾ ശരിയായ ഒരു ഉത്തരമാണ് ചെയ്തതെങ്കിൽ 5 മാർക്ക് കിട്ടും. നിങ്ങൾ ആൻസർ തെറ്റിപ്പോയാൽ -1 ആണ്. സാധാരണ നീറ്റിനൊക്കെ ഇത് 4 മാർക്കാണെങ്കിൽ ഇവിടെ 5 മാർക്കാണ്. തെറ്റിയാൽ -1 ആണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അപ്പോൾ ഈ 50 ക്വസ്റ്റിൽ ഓരോ ക്വസ്റ്റിനും 5 മാർക്കാണ്. തെറ്റിച്ചാൽ -1 ആവും. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് 0 ആയി നിൽക്കുകയും ചെയ്യും. ദെൻ 60 മിനിറ്റ് ആണ് ഒരു സബ്ജക്റ്റിന്. അതായത് 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയം 60 മിനിറ്റ്. 1 മണിക്കൂർ കൊണ്ടാണ് ഈ 50 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി മീഡിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമുള്ള ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. ഇംഗ്ലീഷും ലോക്കൽ ലാംഗ്വേജ് മലയാളം ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മീഡിയത്തിലാണ് എക്സാം എന്ന് പറഞ്ഞു. ഇനി ഷിഫ്റ്റ് നോക്കുക. മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആണ്, മൾട്ടിപ്പിൾ ഡേ ആണ്. പല ദിവസങ്ങളിൽ പല ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം. അപ്പൊ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓരോന്നിനും ചിലപ്പോൾ ഓരോ അഡ്മിറ്റ് കാർഡ് തന്നെ വരും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒരു ദിവസമായിരിക്കും, ഫിസിക്സ് വേറൊരു ദിവസമായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം രാവിലെ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ആവാം, ഇങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഡേ ആണ്, മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ പറയാൻ പറ്റൂ എപ്പോഴാണ് നിങ്ങളുടെ എക്സാം ആണ്. ദെൻ എലിജിബിലിറ്റിയിൽ നോ ഏജ് ലിമിറ്റ് ആണ്, അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പക്ഷെ എന്താണ്, +2 പാസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ +2 അപ്പിയറിംഗ് ആയിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്കും എഴുതാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ CUET-യുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളുടെയും ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവേണ്ടത്, എക്സാം ഹോളിൽ എന്തൊക്കെ കൊണ്ടുപോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എക്സാമിന് മുമ്പേ പറയും. ഇപ്പൊ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടും മാത്രമാണ്. ഇപ്പൊ നിലവിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, JEE-ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ഇല്ലാതെ CUET-ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്ത്. ഇവർക്കെല്ലാം കൂടി ഈ പ്രിപ്പറേഷൻ വൈസ് രജിസ്ട്രേഷനും പ്രിപ്പറേഷനും മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ റിപ്ലൈ ചെയ്യാം. ഇനി താഴെ ചെയ്യുന്ന കമന്റുകളിൽ ഒറ്റ വാക്കിലൊക്കെ മറുപടി തരാൻ പറ്റുന്നത് മാക്സിമം സ്പീഡിൽ തരാനും ശ്രദ്ധിക്കാം. ഓക്കെ.
ബാങ്കിംഗ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.